ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്നറിയോ? റെസ്പോൺസ് ഡിലേ ആണ്. ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത്. എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഈസി ആവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ കോൺഫിഡൻസ് ആയിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് റെയിൽവേയിലുള്ള ജീവനക്കാരൊക്കെയാണ്. റെയിൽവേയിലെ ലോക്കോ പൈലറ്റ്, അതേപോലെ തന്നെ ഗാർഡ്, അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ ഉള്ളവരാണ്. സ്റ്റേഷൻ മാസ്റ്റർ, അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരോടൊക്കെ ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ക്ലാസ്സിൽ വരുന്നു, എന്നിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവരുടെയൊക്കെ റിവ്യൂ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. എന്തായാലും എന്നെ വിശ്വസിച്ച് എന്റെ ക്ലാസ്സിന് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ക്ലാസ്സിൽ വന്നവർക്ക് ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് എന്റെ അടുത്തുനിന്ന് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് റെസ്പോൺസ് ഡിലേ എന്താണെന്നാണ്. സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുമ്പിൽ ഒരു ആള് പെട്ടെന്ന് ക്രോസ് ചാടി എന്ന് വിചാരിക്കാം, ഓപ്പോസിറ്റ് വന്ന് ചാടി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്യണം. ബ്രേക്കും ക്ലച്ചൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? ഇത് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സമയത്ത് പലർക്കുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? എല്ലാരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് വന്ന് ബ്രേക്കും ക്ലച്ചൊക്കെ ചവിട്ടി വണ്ടി നിർത്തുമ്പോഴേക്കും ലേറ്റ് ആയി പോയിട്ടുണ്ടാവും. നിങ്ങളിത് ഫേസ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? ചിലപ്പോ പെട്ടെന്ന് മുമ്പിൽ ഒരു വണ്ടി കണ്ട സമയത്ത് ബ്രേക്കിന് ഒരു ആക്സിലേറ്റ് കിട്ടുന്നവരുണ്ട്. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാണും, ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ട് നിൽക്കും. ചിലപ്പോ റോഡില് ഒരു വണ്ടി ക്രോസ് വന്നു എന്ന് വിചാരിക്കാം, ഓപ്പോസിറ്റ് വന്നു എന്ന് വിചാരിക്കാം. അപ്പോ നമ്മുടെ വണ്ടി ചിലപ്പോൾ നേരെ ആ വണ്ടിയിലേക്ക് പോകും, ആ വണ്ടിയുടെ അടുത്തേക്ക് പോകും. ചിലപ്പോ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി സ്പീഡിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അതിന്റെ വളരെ അടുത്തെത്തിയിട്ട് ബ്രേക്ക് ചവിട്ടാൻ നമുക്ക് ചിലപ്പോൾ തോന്നില്ല, ആക്സിലേറ്ററിൽ തന്നെ നിൽക്കും. ചിലപ്പോൾ നമ്മൾ ജംഗ്ഷനിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് വണ്ടി സ്ലോ ആക്കി ചിലപ്പോൾ നിർത്തേണ്ടി വരും, നിർത്തില്ല, അതേപോലെ തന്നെ പോവും, നിർത്താൻ തോന്നില്ല. ഈ ഒരു പ്രശ്നം പല ആളുകൾക്കുണ്ട്. നമ്മളിത് ശരിക്കും പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ആക്ച്വലി ലൈവായുള്ള സിറ്റുവേഷനിൽ പോയിട്ടല്ല ഇത് പഠിക്കേണ്ടത്. അതായത് മുമ്പിൽ ഒരാൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ബ്രേക്ക് ചവിട്ടണം എന്നല്ല പഠിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ഇല്ലാത്തൊരു റോഡിലൂടെ പോയിട്ട് നിങ്ങൾ ഈ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ സങ്കല്പിക്കുക. പെട്ടെന്ന് ഒരാൾ എന്റെ മുമ്പിൽ ചാടി, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യം വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഈ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ പെട്ടെന്ന് ഒരു വണ്ടി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് നോക്കണം, അതെനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്യുക. വണ്ടി ഉണ്ട് എന്ന് വിചാരിച്ച് ചെയ്യണം. അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ കൈയും കാലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കറക്റ്റായിട്ട് കൈയും കാലൊക്കെ വരുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ കൈയും കാലും ഒക്കെ ഉദ്ദേശിച്ച ലെവലിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. വരാത്തവരായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? വരുത്താൻ നോക്കുക. പല സിറ്റുവേഷൻസ് സങ്കല്പിച്ചുകൊണ്ട് വരുത്താൻ നോക്കുക. പെട്ടെന്ന് എനിക്ക് സ്റ്റിയറിംഗ് വെട്ടിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഒരാളെ കണ്ടു, ഒരാളെ മുട്ടുന്നു തോന്നി, അപ്പോൾ പെട്ടെന്ന് എനിക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ തിരിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ലൈവായിട്ട് റോഡിൽ പോയിട്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സഡനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം ഡിലേ ആവുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിർത്തണം, വേഗം പോയിട്ട് അവിടെ നിന്ന് നിർത്തി നോക്കുക. അവിടെ തന്നെ നിർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചില സമയത്ത് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല, നിങ്ങൾ വിചാരിച്ചതിനും കുറച്ച് അപ്പുറമായിരിക്കും നിർത്തുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് എക്സാക്ട് പോയിന്റിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ ലൈവ് സിറ്റുവേഷനിൽ പോയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസ്പോൺസ് ഡിലേ ഞാനിപ്പോൾ പറഞ്ഞു, അത് പലർക്കും പല രീതിയിലാണ് ബാധിക്കുക. ചെറുപ്പക്കാർക്ക് അത്ര റെസ്പോൺസ് ഡിലേ ഉണ്ടാവില്ല. ഏജ് കൂടുന്തോറും റെസ്പോൺസ് ഡിലേ ഉണ്ടാവും. ചില ചെറുപ്പക്കാർക്കും ഈ റെസ്പോൺസ് ഡിലേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും, ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വേറെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കും, ചവിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ലൈവായിട്ട് റോഡിൽ പോകുന്നതിന് മുന്നേ, പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ
ആളില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ട്രൈ ചെയ്ത് നമ്മുടെ റെസ്പോൺസ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായ റോഡിൽ പോയിട്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, ട്രെയിനിങ്ങിൽ വരുന്ന പലർക്കും ഉണ്ട്. ഞാൻ അവർക്കൊക്കെ പല ട്രിക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏത് സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റെസ്പോൺസ് ഡിലേ എങ്ങനെ കുറക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിന് പറഞ്ഞുതരും. ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ പറഞ്ഞുതരും. അപ്പൊ ഇതൊക്കെ പരിഹരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ പോയാൽ മാത്രമേ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ തുടർന്നും കാണുക. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലൊക്കെ ഇനി ക്ലാസ് വരാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയായി നിൽക്കുക. അതേപോലെ തന്നെ മലപ്പുറം ജില്ലക്കാർ റെഡിയാവുക. പാലക്കാട്, മലപ്പുറം, അതേപോലെ കോഴിക്കോട്, ഇവിടെയൊക്കെ നിങ്ങൾ റെഡിയായിട്ട് നിന്നോളൂ. അതേപോലെ തന്നെ എറണാകുളം. അപ്പം 25-ന് ശേഷം ഞാൻ എറണാകുളം ജില്ലയിലുണ്ട്. അപ്പോൾ എറണാകുളത്തുള്ളവരൊക്കെ ബുക്ക് ചെയ്ത ആളുകളൊക്കെ റെഡിയായിട്ട് നിന്നോളൂ. ഉടൻ തന്നെ നിങ്ങളെ ക്ലാസ്സുകൾ അവിടെ ആരംഭിക്കും. അപ്പോൾ അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾക്ക് പിന്നെ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളൊക്കെ റെഡിയായി നിന്നോളൂ. ഈ ജില്ലക്കാരൊക്കെ, അതായത് പാലക്കാട്, മലപ്പുറം, അതേപോലെ തന്നെ എറണാകുളം, ഇടുക്കി ജില്ലയിൽ ഉള്ളവർക്കൊക്കെയാണ് ഇനി ക്ലാസ്സുകൾ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയായി നിന്നോളൂ. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.